ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നനച്ചുള്ളിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇന്ന് മുതൽ നനച്ചുള്ളിപ്പണി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നനച്ചുള്ളിപ്പണിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ മടി മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. മടിയോടുകൂടി പണിയെടുത്താൽ ആ പണി തീരൂല, അതുപോലെ എടുത്ത പണിക്കൊരു വൃത്തിയും കിട്ടൂല കേട്ടോ. മടിയുള്ളവർ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ പണികളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ വീട് എങ്ങനെ ഇരിക്കുന്നു അതാലോചിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ എടുക്കാൻ തോന്നും കേട്ടോ. അതുപോലെ തന്നെ അടുക്കും ചിട്ടുള്ള വീട്ടിൽ താമസിച്ച് നോക്ക്, ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അതുപോലെ മനസ്സിന് സമാധാനവും കിട്ടും. നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്, ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. എന്നാലും അടുക്കും ചിട്ടയിലുള്ള ഒരു ജീവിതമാണെങ്കിൽ അതിനൊരു പ്രത്യേക സന്തോഷമുള്ളതായിരിക്കും. അതുപോലെ നമുക്ക് എന്തിനെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം തോന്നുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അത് നാളത്തേക്ക് മാറ്റി വെക്കരുത്, അത് അപ്പം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പണികളെ കാര്യം മാത്രമല്ല, നമുക്ക് പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാവില്ലേ, അത് ഇനി ഈ വർഷം വേണ്ട അടുത്ത വർഷം, അല്ലെങ്കിൽ അത് പിറ്റത്തെ വർഷം, അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ വർഷങ്ങൾ അങ്ങനെ പോകുന്നല്ലാതെ നമ്മുടെ ആഗ്രഹമൊന്നും നടക്കില്ല. അപ്പം കുറച്ചൊക്കെ മടിയൊക്കെ നമ്മൾ മാറ്റി വെക്കുക. പണികളുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ നാളെ എടുക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ നാളെ ആകുമ്പോഴും പിന്നീട് നമുക്കത് മടിയായിരിക്കും, പിന്നെ അതൊരു ഭാരമായിട്ട് തോന്നും. അതിലേറെ നല്ലത് നമുക്ക് അപ്പം തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ ആകുമ്പോൾ അത് കഴിഞ്ഞ സമാധാനത്തിലിരുന്നൂടെ. അതുപോലെ നമ്മൾ എന്ത് പണിയെടുക്കാൻ നോക്കുകയാണെങ്കിലും ചെറിയൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് പണിയെടുക്കുക. നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതി. ഞാനിന്ന് വിചാരിച്ചിട്ടുള്ളത് ആദ്യം ഒന്ന് മാറാല തട്ടണം. എന്നിട്ട് ഞങ്ങൾക്ക് 4 റൂംസാണുള്ളത്. അതിലുള്ള 3 റൂംസിൽ റാക്കുകളുണ്ട്. ആ 3 റാക്കുകളും ആദ്യം തട്ടിക്കൊട്ടി വൃത്തിയിൽ വെക്കാമെന്ന് വിചാരിച്ചു. കിച്ചണത്തൊന്നും ഇന്ന് എടുക്കുന്നില്ല കേട്ടോ. ഇന്ന് ഹാളും 4 റൂമും സിറ്റ് ഔട്ടും കൂടെ ശരിയാക്കാമെന്നാണ് മനസ്സിൽ പ്ലാനിങ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മാറാലയൊക്കെ തട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാ റൂമത്തെയും ഹാളത്തെയൊക്കെ തട്ടിയിട്ടുണ്ട്. പിന്നീട് ആദ്യം ഒരു റൂമത്തെ റാക്കാണ് ശരിയാക്കുന്നത്. എലിശല്യം ഉണ്ട് കേട്ടോ വീട്ടിൽ, അതുകൊണ്ടാണ് ചമ്മൽ ഒരുപാട് അവരിങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിയിടുന്നതാണ്. മാറാല തട്ടുമ്പോഴൊക്കെ ഇവിടെ ശരിയാക്കലൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും ഉണ്ടാവും. പിന്നെ അതുപോലെ റബ്ബർ ആയതുകൊണ്ട് തന്നെ ഓടിൻ്റെ ഇടയിലൂടെയൊക്കെ കാറ്റിന് വീണിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ തട്ടിക്കൊട്ടി അടിച്ചു വരികയാണ് കേട്ടോ. ഇനി വേണ്ട സാധനങ്ങൾ മാത്രം റാക്കിലേക്ക് വെക്കുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി വെക്കാം. വീടിൻ്റെ ഏതെങ്കിലുമൊക്കെ സൈഡിൽ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പഴയതൊക്കെ മക്കളെ കഴിഞ്ഞ വർഷത്തെ ബുക്സൊന്നും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം അതൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു ചാക്കിലാക്കിയിട്ട് വെക്കണം. അങ്ങനെ വേണ്ട സാധനങ്ങൾ വെച്ചപ്പം ആകെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് ഇമ്മി മക്കളൊക്കെ കിടക്കുന്ന റൂമാണ് കേട്ടോ ശരിയാക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ചെറിൻ്റെ ഒരുപാട് പണിസാധനങ്ങളുണ്ട് കേട്ടോ, പോളിഷിന് ഉപയോഗിക്കുന്ന. അതാണ് ഈ കാണുന്നത്. ഓരോന്ന് കൊണ്ടുവന്ന് അങ്ങനെ വെക്കും, നമ്മൾ വേണം അത് ശരിയാക്കാൻ. പിന്നെ ഞാൻ അതിന് നിന്നിട്ടില്ല, ഇന്നാണ് ശരിയാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. ഇനി ഇവിടുന്നും ഒരുപാട് സാധനങ്ങൾ വേണ്ടാത്തത് മാറ്റി വെക്കാനുണ്ട്, വേണ്ടത് മാത്രമേ ഈ റാക്കിലും വെക്കുന്നുള്ളൂ കേട്ടോ. വേണ്ടതും വേണ്ടാത്തതും തരം തിരിക്കുന്നത് തന്നെ ഒരു പണിയാണ്. മക്കളേക്ക് സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ പണിക്ക് നിന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ലിയക്കുട്ടിനെയും വീഡിയോയിൽ കാണൂല, അവളെ ഞാൻ എൻ്റെ നാത്തൂൻ്റെ വീട്ടിലാക്കിയിട്ടുണ്ട്, അവിടെ കൊണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ഈ പണികളൊക്കെ എടുക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ബാക്കിലുണ്ടാവും ആൾ. ഈ പൊടി കൂടെയൊക്കെ നടക്കുന്നതിലേറെ നല്ലതല്ല അവിടെ കൊണ്ടുപോയി നിർത്തുന്നതെന്ന് വിചാരിച്ചു. പിന്നെ അവളവിടെ നിൽക്കും, ഞാനില്ലെങ്കിലും നിൽക്കും. അതുകൊണ്ടാണ് ഒരു സമാധാനത്തിൽ ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. ഞാനെടുക്കുന്ന എല്ലാ പണികളൊന്നും കാണിക്കുന്നില്ല കേട്ടോ, കുറച്ച് ഭാഗങ്ങളെ കാണിക്കുന്നുള്ളൂ. എല്ലാം കൂടെ കാണിച്ചിട്ട് നിങ്ങളെയും ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ റാക്കു ഞാൻ തട്ടിയിട്ടുണ്ട് കേട്ടോ, വേണ്ട സാധനങ്ങൾ മാത്രം വെച്ചിട്ടുള്ളൂ. പിന്നീട് ആ റൂമിലുള്ള ജനലിൻ്റെ കമ്പിയൊക്കെ ഒന്ന് തട്ടാന്ന് വിചാരിച്ചു, പൊടിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ അടുത്ത റൂമാണ് കേട്ടോ. ഈ റൂമിൽ പിന്നെ ഞങ്ങൾ ആരും കിടക്കാറൊന്നുമില്ല, ഇങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെക്കാറ് കേട്ടോ. ബക്കറ്റിനൊക്കെ ഓട്ട വീണത് കാണാം, അത് എലികളെ പണിയാണ് കേട്ടോ, എലി ആക്കി വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ അവിടെ നിന്നുള്ള വേണ്ട സാധനങ്ങളും വേണ്ടാത്ത സാധനങ്ങളൊക്കെ മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെയുള്ള പണികളൊക്കെ എടുക്കുമ്പോൾ രാവിലെ തന്നെ ചോറും കറി റെഡിയാക്കി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ പണിയെടുക്കുമ്പോൾ അതിനിടയിലൂടെ കിച്ചണത്തെ പരിപാടികളൊന്നും നടക്കില്ല. അതുമല്ല നമുക്ക് വിശക്കുമല്ലോ, എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. അപ്പം അതൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക. എൻ്റെ കിച്ചണിലുള്ള പണികളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റാക്കുകളൊക്കെ തട്ടിക്കഴിഞ്ഞപ്പം 3 റൂമും കൂടെ ആദ്യം അടിച്ചു വാരിയിട്ട് കുറ്റിയിട്ട് വെക്കുക. എന്നാൽ ബാക്കിയുള്ളത് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പൊടിയൊന്നും കിടക്കില്ലല്ലോ. അങ്ങനെയാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ആദ്യം ഒരു റൂം അടിച്ചു വാരിയിട്ടുണ്ട്.
ഈ താഴെ കിടക്കുന്നതൊക്കെ റാക്ക് അടിച്ചു വാരിയപ്പോൾ ഉള്ളതും അതുപോലെ ഷെൽഫ് ക്ലീൻ ആക്കിയപ്പം അവിടെ വേണ്ടാത്ത കുറച്ച് പേപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ നല്ല പൊടിയുണ്ട്. അങ്ങനെ 3 റൂം ഞാൻ അടിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഈ ഹാളിലുള്ള ഷെൽഫ് ശരിയാക്കുന്നത്. അതുപോലെ റൂമിലുള്ള ബെഡൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെയിലത്ത് കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. അങ്ങനെ ഹാളത്തെ ഷെൽഫൊക്കെ ശരിയാക്കിയതിന് ശേഷം 3 റൂമിലെയും കട്ടിലുകളൊക്കെ ആദ്യം ഒന്ന് തുടച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോ റൂമിലെയും കട്ടിലുകൾ തുടച്ചതിന് ശേഷം ആ റൂമിലുള്ള ജനലുകളെ കമ്പികളും ക്ലീൻ ആക്കുന്നുണ്ട്. ശരിക്കും ഞാൻ ഈ പണികളൊക്കെ ശനിയാഴ്ച ഞായറാഴ്ച എടുക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം. ആ ദിവസങ്ങളിൽ മക്കൾ ഇവിടെ ലീവായിരിക്കുമല്ലോ. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇന്ന് രാവിലെ തോന്നിയത്, ഇന്നെടുത്താലോ, ലിയമോളെ നാത്തൂൻ്റെ വീട്ടിലൊക്കെ ആക്കിയിട്ട് വന്നിട്ട് എടുക്കാമല്ലോ, എടുക്കുന്ന അത്രയും എടുത്തിട്ട് ബാക്കി പിന്നെ നോക്കിയാൽ പോരേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്നുണ്ടായ തീരുമാനമാണ് ഇട്ടത്. പിന്നെ എന്തെങ്കിലും കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അത് അന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കൂട്ടോ. അല്ലെങ്കിൽ മനസ്സിനൊരു ബുദ്ധിമുട്ടാണ്, എന്തോ ഒരു സമാധാനക്കേടുണ്ടാവും. ഈ റൂം സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തുള്ള റൂമാണ് കേട്ടോ. ആ കട്ടിലും കൂടെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും നനച്ചുടിപ്പണിയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞാലും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ റൂമുകളിലുള്ള കട്ടിലും ജനലൊക്കെ തുടച്ചതിന് ശേഷം അത് കുറ്റിയിട്ടിട്ട് ഹാളിലേക്ക് വന്നിട്ടുള്ളതാണ്. എന്നിട്ട് അവിടെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടുത്തെ അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് വേണം ടേബിളൊന്ന് തുടക്കാൻ. അതുപോലെ വാതിൽ കട്ടിലുകളും തുടക്കണം കേട്ടോ. ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും ലിച്ചൂസ് സ്കൂളിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പണി നമ്മുടെ വാതിൽ കട്ടിലുകൾ ഒന്ന് കഴുകുന്നുണ്ട്. കിച്ചണത്തെ പണിയൊന്നും എടുക്കുന്നില്ല കേട്ടോ. എല്ലാം കൂടെ എടുക്കാൻ നിന്നാൽ നമ്മളും ക്ഷീണിക്കും. അതിലേറെ നല്ലതാണ് വേറൊരു ദിവസം ആ പണി എടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലിയക്കുട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. അവളെ നാത്തൂൻ്റെ മോള് കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. ലിച്ചൂസൊക്കെ സ്കൂളിട്ട് വന്നതുകൊണ്ട് അവളെ നോക്കാൻ ആളായിട്ടുമുണ്ട് കേട്ടോ. അങ്ങനെ വാതിലൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തതായിട്ട് ജനൽപ്പൊളികളാണ് തുടക്കുന്നത്. എന്തായാലും ഇന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുള്ള പണികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കിച്ചണ് മാത്രമേ ഉള്ളൂ ബാക്കി. അതുപോലെ ചെയറുകളും കഴുകാനുണ്ട് കേട്ടോ. അതൊക്കെ പിന്നൊരു ദിവസം ആക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും പണികൾ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം. ഈ ഫ്രണ്ടൊക്കെ ഇൻഷാ അല്ലാഹ് പെയിൻ്റ് അടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ചെറിക്ക് പണിയില്ലാത്ത ദിവസം പെയിൻ്റ് അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല, അടിക്കുന്നു പ്രതീക്ഷിക്കുന്നു നോമ്പൊക്കെ ആകുമ്പോഴേക്കും. അങ്ങനെ ഞാനിന്ന് ഉദ്ദേശിച്ച പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ തുടക്കലും കഴിഞ്ഞപ്പം അകം ഫുള്ളായിട്ട് നിലക്കെ തുടച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ വീട്ടിൽ 4 റൂമാണ് ഇട്ടുള്ളത്. ഞാൻ ഈ ഒരു വീടിൻ്റെ ഹോം ടൂറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓടിട്ട വീടാണെങ്കിലും അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. ഹാളായാലും റൂംസ് ആയാലൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള വീട് തന്നെയാണ്. അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. താങ്ക് യു.